ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഡേ 3 ആണ്. അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ പതിവ് പോലെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. ഓർഡർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്, നേരെ പോയി പിക്ക് ചെയ്യും. പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യാൻ പോവാം. भैया इंडिकेटर എന്തിനാ ചേർന്നത്? ഇൻഡിക്കേറ്റർ കത്തുണ്ടാകുമ്പോ നന്നായത് എന്തായാലും ഓക്കെ. ഭയ്യ ശ്രദ്ധിക്കട്ട, വണ്ടി വരണ്ട ഒന്ന് നോക്ക്. ഈ കണ്ണാടി മിറർ വെച്ചേക്കണതേ പിന്നിൽ വണ്ടി വരണ്ട് കാണാൻ വേണ്ടിട്ടാ. ഭയ്യ ഇത്ര ആക്സിലേറ്റർ അല്ല, ഞാൻ ബ്രേക്ക് പിടിച്ചതാ. ഇവിടുന്ന് വണ്ടി വരുമ്പോ ഭയ്യ നോക്കുക, റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോ നോക്കുക ബാക്കിൽ വണ്ടി വരണ്ടോന്ന്. മിററേ ഇതിന് വേണ്ടി വെച്ചേക്കണതാ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആക്സിഡന്റ് ആയത്? അത് ആ പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇടാണ്ട് വന്നിട്ട് പെട്ടെന്ന് അപ്പുറത്തേക്ക് പപ്പ് നോക്കിയിട്ട് തിരിച്ചതാണ്. അപ്പോഴാണ് നമ്മുടെ വണ്ടി മോളിൽ തിരിച്ചത്. അത് പറഞ്ഞപ്പോൾ പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം പുള്ളിക്കാരൻ ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പോൾ നമ്മളങ്ങനെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് അപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ ഇറക്കി വിടാം. പുള്ളിക്കാരിക്കൊന്നും പറ്റിയില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പറ്റുമെന്ന്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറക്കി വിട്ടിട്ട് നമുക്ക് അടുത്ത ഓർഡർ പിടിക്കാം. ഇതേമാതിരി ശ്രദ്ധയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഇപ്പോൾ നേരത്തെ ഡീലറിൻ്റെ വണ്ടിയുടെ മൊബൈൽ ഹോൾഡിൽ നിന്ന് ചെറിയ കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട്. ആ സാധനം ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി നോക്കാനുള്ളൂ. മേഡം 42 മേഡം. അപ്പോൾ അടുത്ത് നമുക്ക് 2 ഓർഡർ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓർഡറിന് എക്സ്ട്രാ 10 rupees ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഓർഡർ എടുത്തേക്കണം. അപ്പോൾ നമുക്ക് പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാം. വണ്ടിയുടെ മിററിനും ചെറിയ സീൻ കിട്ടിയിട്ടുണ്ട്. മിററും ചെറുതായിട്ട് ലൂസായി അങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. അപ്പോൾ പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കസ്റ്റമർ. അപ്പോൾ നമുക്കൊരു പിക്ക് ചെയ്തിട്ട് അടുത്ത ഡ്രോപ്പ് ഇടാൻ പോകാം. 4367 MG रोड वलियापुर MG रोड में पास சும்மா இங்க தானே இறங்கிட்டேன். ஒரு உக்காரு ഈ കസ്റ്റമർ വിചാരിച്ചെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ കൊണ്ടുവന്നേക്കുന്നതാണ്. പുള്ളിയുടെ ഫ്രണ്ടിനും കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് അപ്പുറത്ത് കൊണ്ട് ഇറക്കി വിടാനൊക്കെ പറയുന്നുണ്ട്. ഓരോക്കെ ചിന്തിക്കാത്ത ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള പല ജാതി കസ്റ്റമർ ഉണ്ടാവും നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ നോക്കി നൈസായിട്ട് ഡീൽ ചെയ്ത് വിടണം. അപ്പോൾ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമർ പറഞ്ഞു വിടാം. 109 गूगल पे मैम നമുക്ക് അവിടെ നിന്ന് അടുത്തൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അടുത്തൊരു ഓർഡർ കിട്ടുമെന്ന് നോക്കാം. അല്ല മേഡം 87. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാം. പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ. വണ്ടിയിൽ കുറച്ച് എണ്ണ അടിക്കണം. പുള്ളീനെ ഡ്രോപ്പ് ചെയ്യാൻ ഒരു 11 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇടയിൽ വെച്ച് എന്തെങ്കിലും മിസ്സിങ് ആവുന്നതെന്ന് വെച്ച് പെട്രോൾ അടിക്കാൻ കയറ്റിയേക്ക്. ഇത് കഴിഞ്ഞിട്ട് പുള്ളീനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് അപ്പോൾ പുള്ളീനെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് അടുത്ത റോഡ് കിട്ടും. സർ 118 ഇതിലല്ലേ മതി.
അപ്പോൾ അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പിക്കപ്പ് ലൊക്കേഷൻ വന്നേക്കുക. ഇവിടെ നിന്നാണ് കസ്റ്റമർ പിക്ക് ചെയ്യേണ്ടത്. അതേ ഇവർ നിന്നാണ് നമ്മുടെ കസ്റ്റമർ. അപ്പോൾ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവരെ ഡ്രോപ്പ് ചെയ്യാൻ പോവാം. 6231. ഓക്കെ മാഡം. കസ്റ്റമർ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് MG റോഡായിരുന്നു കസ്റ്റമർ. ഏതോ പാർട്ടിക്ക് പോകാമെന്ന് പറഞ്ഞു. നമുക്കൊരു ഡ്രോപ്പ് ഇട്ടിട്ട് അടുത്ത ഓർഡർ പിടിക്കാം. മാഡം 105. ഓക്കെ മാഡം, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്കിനി അത് പിക്ക് ചെയ്യാൻ പോവാം. പിക്കപ്പ് ലൊക്കേഷൻ എത്തിയിട്ട് ഇപ്പോൾ കസ്റ്റമർക്ക് മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ വരും. യെസ് സർ. OTP 0042. ഓക്കെ സർ. കസ്റ്റമറുടെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ഓട്ടം പിടിക്കാം. 62. അപ്പോൾ നമുക്ക് അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ പിക്ക് ചെയ്യാൻ വന്നേക്കുക. ஓகே 5 மணிக்கு கூப்பிட்றேன். நான் கால் பண்ணேன் போகிறேன். நான் கூப்பிட்றேன். Thank you. All the best. Okay sir. Please change your phone. Sir, helmet. Yes. Sorry sir. Sir, your name? I'm Krishna. Krishna. Okay sir. Nice to meet you. Nice to meet you, bro. All the best for you. Okay sir. Thank you. Do your best. Okay. ഈ കസ്റ്റമർ വളരെ നല്ലൊരു കസ്റ്റമറായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് കൃഷ്ണ. പുള്ളിക്കാരൻ എൻ്റെ ചാനലൊക്കെ സബ് ചെയ്തു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ തന്ന കസ്റ്റമറാണ്. ഇന്നത്തെ ദിവസം എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു സാഡ് ന്യൂസ് ഉണ്ടായിരുന്നു. സാഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റാപ്പിഡോന്ന് ഒരു സബ്സ്ക്രൈബർ കിട്ടി. 607 രൂപയാണ് ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ് കിട്ടിയേക്കണേ. 9 റൈഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു 150 രൂപ പെട്രോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്യാൻസലായ ഓർഡർ ഏകദേശം ഒരു 9 ക്യാൻസൽ റൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാകെ കിട്ടിയേക്കണത് 10 രൂപയാണ് ക്യാൻസലേഷൻ ഫീസ് കിട്ടിയേക്കണേ കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റാപ്പിഡോൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.